വാർത്തകളിലേക്ക് കടന്നാൽ CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. കേരളം ഡി രാജ തുടരുന്നതിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രായപരിധി കർശനമായി പാലിക്കണമെന്നും ഡി രാജ മാറണമെന്നുമായിരുന്നു കേരള നേതൃത്വത്തിന്റെ നിലപാട്. അമർജിത് കൗറിനെയും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. ദേശീയ എക്സിക്യൂട്ടീവിനെയും കൗൺസിലിനെയും ഇന്ന് തെരഞ്ഞെടുക്കും. പി സന്തോഷ് കുമാർ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയേക്കും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. വീണ്ടും രാഗേഷ്, ഈ കേരള ഘടകം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിട്ടും ഡി രാജ എന്ന പേരിൽ തന്നെ ഉറച്ച് നിൽക്കുന്നതും ആ ചർച്ചകൾ അതിലേക്ക് തന്നെ എത്തിയതും ഏത് സാഹചര്യത്തിലാണ്? CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. ഇന്നലെ ദേശീയ നിർവാഹക സമിതി യോഗം വിശദമായി തന്നെ വിഷയം ചർച്ച ചെയ്തു. ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചയിലാണ് രാജയ്ക്ക് മാത്രം ഇളവ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPI എത്തിയിരിക്കുന്നത്. അതായത് പ്രായപരിധി നടപ്പാക്കും, പക്ഷേ രാജയ്ക്ക് മാത്രം ഇളവ് നൽകാം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ നിർവാഹക സമിതി എത്തിയിരിക്കുകയാണ്. അതായത് രാജ്യം ഒഴികെ മറ്റാർക്കും ഇളവുണ്ടാകില്ല എന്ന് തന്നെയാണ് നിർവാഹക സമിതി ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് 75 വയസ്സ് പിന്നിട്ട ദേശീയ കൗൺസിൽ അംഗങ്ങൾ, ദേശീയ നിർവാഹക സമിതി അംഗങ്ങൾ, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ഒഴിവാക്കും. ആ നിബന്ധനയിൽ മാറ്റമുണ്ടാകില്ല. കാരണം 2022 വിജയവാഡ പാർട്ടി കോൺഗ്രസിലാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല. പക്ഷേ പുതിയ സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ രാജയ്ക്ക് ഇളവ് നൽകാം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഏതായാലും ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അത്തരം തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും നിലവിലെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 4 പേരെ ഒഴിവാകും. പ്രായപരിധിയെ തുടർന്ന് 4 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഒഴിവാകും. കെ നാരായണ, പല്ലബ് സെൻ ഗുപ്ത, ആസിസ് പാഷ, ഒപ്പം തന്നെ നാഗേന്ദ്രനാഥ് ഓജ, ഇവർക്ക് പകരം 4 പേരെ പുതുതായി ഉൾപ്പെടുത്തും. അതിൽ 2 പേർ കേരളത്തിൽ നിന്നാകും. ഒന്ന് പി സന്തോഷ് കുമാർ, നിലവിൽ രാജ്യസഭാംഗമാണ് അദ്ദേഹം. ഒപ്പം തന്നെ കെ പ്രകാശ് ബാബു തുടങ്ങിയവരായിരിക്കും പുതുതായി ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുക. നിലവിൽ കേരളത്തിൽ നിന്ന് ദേശീയ കൗൺസിലുള്ളത് 12 അംഗങ്ങളാണ്. ആ 12 അംഗം എന്ന നമ്പറിന് മാറ്റമുണ്ടാകില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ കേരളത്തിന്റെ അടക്കം പ്രധാനപ്പെട്ട ആവശ്യം പ്രായപരിധി കർക്കശമായി നടപ്പാക്കണം, അതിൽ മാറ്റം വേണ്ടതില്ല, ഇളവ് വേണ്ടതില്ല എന്നായിരുന്നു. പ്രത്യേകിച്ച് ചർച്ചകളിലൊക്കെ തന്നെ കേരള ഘടകം ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന് പുറമെ തെലങ്കാന അടക്കമുള്ള ഘടകങ്ങൾക്കും സമാനമായ നിലപാട് തന്നെയായിരുന്നു. പക്ഷേ രാജ്യക്ക് പിന്തുണ ഉണ്ടായിരുന്നു. ഒന്ന് ബീഹാർ ഘടകം പിന്തുണ ഉണ്ടായിരുന്നു, തമിഴ്നാട് ഘടകത്തിൻ്റെയൊക്കെ തന്നെ പിന്തുണ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു സമവായം എന്ന നിലയ്ക്കാണ് കേരളത്തിൻ്റെ കൂടി അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഡി രാജ എന്ന പേരിലേക്ക് വീണ്ടും CPI എത്തിച്ചേർത്തിരിക്കുന്നത്. അങ്ങനെ രാജ വീണ്ടും ജനറൽ സെക്രട്ടറി ആകുകയാണ്. 2019 അദ്ദേഹം ആദ്യം ജനറൽ സെക്രട്ടറി പദത്തിൽ വരുന്നത്. അന്ന് സുധാകർ റെഡ്ഡിയായിരുന്നു ജനറൽ സെക്രട്ടറി. അനാരോഗ്യത്തെ തുടർന്ന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് രാജയ്ക്ക് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. തുടർന്ന് 2022 വിജയവാഡയിൽ നിന്ന പാർട്ടി കോൺഗ്രസിൽ ഡി രാജ വീണ്ടും ജനറൽ സെക്രട്ടറിയായി. ഇപ്പോൾ വീണ്ടും ചണ്ഡീഗഡ് നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും രാജ തന്നെ CPI നയിക്കാൻ എത്തുകയാണ്. 75 വയസ്സെന്ന പ്രായപരിധി CPIയുടെ കാര്യത്തിൽ വരുമ്പോൾ രാജയ്ക്ക് ഇപ്പോൾ 76 പ്രായം. മാത്രവുമല്ല ഡി രാജ പൊതുവെ ഇന്ത്യ സഖ്യത്തിലൊക്കെ തന്നെ സ്വീകാര്യനായ നേതാവാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഡി രാജയ്ക്ക് ഒരു തവണ കൂടി അവസരം നൽകാൻ ഇപ്പോൾ CPI തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ.